ഇങ്ങനെ പോയാൽ പുതിയൊരു മോട്ടർ തന്നെ മേടിക്കേണ്ടി വരും. കണ്ടോ, മോട്ടറിന്റെ പ്ലാഞ്ച് വരെ തുരുമ്പ് പിടിച്ചിരിക്കുകയാണ്. വെറും 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് തന്നെ ശരിയാക്കാൻ കഴിയുന്നതേ ഉള്ളൂ ഇത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. മോട്ടറിൽ നിന്ന് പോകുന്ന ഔട്ട്ലൈൻ പൂർണ്ണമായും കട്ട് ചെയ്ത് നീക്കിയതിന് ശേഷം അഡ്ജസ്റ്റബിളോ മങ്കിയോ ഉപയോഗിച്ച് ഇത് ഇവിടെ നിന്നും അയച്ചെടുക്കേണ്ടതാണ്. ഞാനിവിടെ ഇതിനാവശ്യമായ സാധനങ്ങൾ ആദ്യമേ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. FTA, ത്രെഡ് സീൽ, ഷെൽ ലെഗ്, സോൾവെന്റ്, കൂടാതെ റെഡ്യൂസർ, സോക്കറ്റ് എന്നിവയെല്ലാം നിങ്ങൾ നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് മെറ്റീരിയലുകൾക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. ഈ കാണിച്ചതുപോലെയാണ് നമ്മൾ സാധനങ്ങൾ അസംബിൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾ ആദ്യമേ മനസ്സിൽ കണക്കാക്കി അതിനാവശ്യമായ മെറ്റീരിയലുകൾ കളക്ട് ചെയ്യേണ്ടതാണ്. ഒട്ടുമിക്ക വീട്ടിൽ ഉപയോഗിക്കുന്ന മോട്ടോറുകൾക്ക് 1 ഇഞ്ച് സൈസാണ് ഉണ്ടാവാറുള്ളത്. ഇനി നമുക്ക് ഓരോന്നായി ഫിറ്റ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് FTA മോട്ടറിന്റെ പ്ലാഞ്ചിലേക്ക് ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് നമുക്ക് 2 സാധനങ്ങൾ ആവശ്യമുണ്ട്, ഷെല്ലക്കും ത്രെഡ് സീലും. ഷെല്ലക്ക് എടുക്കുമ്പോൾ എപ്പോഴും ഒന്ന് ഷെയ്ക്ക് ചെയ്ത ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത്. പിന്നീട് ത്രെഡിലേക്ക് ഷെല്ലക്ക് പുരട്ടി അതിന്റെ മുകളിൽ ത്രെഡ് സീൽ ചുറ്റി അതിന്റെ മുകളിൽ പിന്നെയും ഷെല്ലക്ക് പുരട്ടിയതിനു ശേഷം മോട്ടറിന്റെ പ്ലാഞ്ചിലും ഷെല്ലക്ക് പുരട്ടി കൈകൊണ്ട് ത്രെഡ് റോങ് ആവാതെ അതിലേക്ക് ഫിറ്റ് ചെയ്യുകയും പിന്നീട് മങ്കി പ്ലെയറോ മറ്റോ ഉപയോഗിച്ച് ഒരു മീഡിയം ടൈറ്റ് കൊടുക്കുന്നതും നല്ലതാണ്. ടൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് മെറ്റൽ പ്ലാഞ്ചിലേക്ക് നിങ്ങൾ PVC MT ആണ് ടൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓവർ ടൈറ്റ് ആയാൽ അത് പൊട്ടിപ്പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി നമുക്ക് ഇതിന്റെ PVC മറ്റു പാർട്ടുകൾ ഓരോന്നോരോന്നായി ഒട്ടിച്ചു തുടങ്ങാം. PVC പാർട്ടുകൾ നിങ്ങൾ ഒട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് 2 ഫിറ്റിംഗ്സിലും പൂർണ്ണമായും സോൾവെന്റ് എത്തി എന്ന് ഉറപ്പ് വരുത്തുകയും കൂടാതെ പൈപ്പുകൾ ഒട്ടിക്കുകയാണെങ്കിൽ അത് കട്ട് ചെയ്ത ഭാഗം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കേണ്ടത് നിർബന്ധമാണ്. ഇതിന് ചാർബോണ്ടിന്റെ സോൾവെന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നാവും. ഇത്തരം ചെറിയ വർക്കുകൾ സ്വയം നന്നാക്കുന്നത് ഒരു തരം സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് ചെറിയ ധാരണയെങ്കിലും ഉള്ള ആൾക്കാരെ ഇതിന് മുതിരാൻ നിൽക്കാവും. നിങ്ങൾ ഇത്തരം വർക്കുകൾ ചെയ്യാറുണ്ടോ? ഓരോന്നോരോന്നും അതിന്റെ ലെവലും നിങ്ങൾക്ക് ആവശ്യമായ ഹൈറ്റും അനുസരിച്ച് PVC പൈപ്പ് കട്ട് ചെയ്ത് ഒട്ടിച്ച് നിർത്താവുന്നതാണ്. വളരെ സിമ്പിളായ ഒരു മെത്തേഡാണ്. വീടുകളിലെ ഇതുപോലെയുള്ള എമർജൻസി സിറ്റുവേഷനുകളിൽ നിങ്ങൾക്ക് സ്വയം വർക്ക് ചെയ്യാൻ വേണ്ടി ഇത്തരം വർക്കുകളെ ഞാൻ ലളിതമായി അവതരിപ്പിച്ചു തരാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള വർക്കുകൾ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സുരക്ഷാ മുൻകരുതലുകൾ ഇത്തരം വർക്കുകൾക്ക് പ്രധാനമായതുകൊണ്ട് തന്നെ ഇത്തരം വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണെങ്കിൽ ഇത്തരം വീഡിയോ കണ്ട് ഇത്തരം വർക്കുകൾക്ക് വേണ്ടി ഇറങ്ങാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നിങ്ങളുടെ വർക്ക് കാഴ്ചയിൽ വളരെ നിസ്സാരമാണെങ്കിലും വളരെ അപകടം പിടിച്ച ഒരു വർക്കാണെന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവേണ്ടതാണ്. ഇത്തരം വർക്കുകൾ നിങ്ങൾക്ക് അടുത്തുള്ള ഒരു ടെക്നീഷ്യനുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാകുക. എങ്കിലും നിങ്ങൾക്ക് അറിവിലേക്ക് വേണ്ടിയാണ് ഇത്തരം വീഡിയോകൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ടീ കൊടുത്ത സ്ഥലത്തിന് പകരം ബെൻഡിന്റെ സ്ഥലത്ത് ടീ കൊടുത്ത് അവിടെ ഒരു 90 ഡിഗ്രി എൽബോ പോലെ ടീ വെച്ച് അതിന്റെ മുകളിൽ വാൾവ് വെച്ച് ഫുഡ് വാൾവിലേക്ക് വെള്ളം നിറക്കുന്ന ഒരു മെത്തേഡ് കണ്ടിട്ടുണ്ട്. അത് തികച്ചും റോങ് ആയൊരു മെത്തേഡാണ്. നിങ്ങളുടെ മോട്ടറിന്റെ ഫോഴ്സ് കുറക്കാൻ അത് കാരണമാകും. ഫുഡ് വാൾവിലേക്ക് വെള്ളം നിറക്കാൻ വേണ്ടി വെക്കുന്ന വാൾവിൽ എപ്പോഴും 2 ഇഞ്ചിന്റെയോ 1.5 ഇഞ്ചിന്റെയോ ഒരു റെഡ്യൂസർ കൂടെ വെക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് വെള്ളം നിറക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാകും. അതൊരു ഫണൽ പോലെ ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഇത്തരം വീഡിയോകൾക്കായി എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.